നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്റർ മയാമി PSG-ക്കെതിരെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരം കളിക്കാനിറങ്ങിയാണ്. രാത്രി ഇന്ത്യൻ സമയം 9:30 ആ കളി. അപ്പോൾ ലിയോ മെസ്സിക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം സജ്ജനാണ്, ഇന്നത്തെ കളി കളിക്കും. പാൽമിറാസിനെതിരെ അദ്ദേഹത്തിന് കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടായിട്ടും അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം ആ കളത്തിൽ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല, കാരണം ബ്രോഡ്കാസ്റ്റേഴ്സ് അത് കാണിച്ചിട്ടില്ല. പറയുന്നത് ഹാവിർ മഷ്റാനോയാണ്. ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മെസ്സിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ടീമിനെ ഓർഗനൈസ് ചെയ്തതും ടീമിന് നിർദ്ദേശങ്ങൾ കൊടുത്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ബ്രോഡ്കാസ്റ്റേഴ്സ് കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ഗുണം ടീമിന് മൊത്തമായിട്ടുണ്ട്. അത് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് കൂടി ഇപ്പോൾ ഹാവിയർ മഷ്റാനോ പറയുന്നു. മഷ്റാനോയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, അഗെയിൻസ്റ്റ് പാൽമിറാസ് മെസ്സി കളിക്കാൻ പോലും പറ്റാത്തൊരു പൊസിഷനിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം 95 മിനിറ്റ് നേരം ഇൻക്രെഡിബിളായിട്ട് കളിക്കളത്തിൽ നിന്നു. എന്നിട്ട് നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു. കളിയുടെ ടോൺ അദ്ദേഹം സെറ്റ് ചെയ്തു. ഒരുപാട് കമാൻഡുകൾ കളിക്കളത്തിൽ താരങ്ങൾക്ക് നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ ടീമിനെ ഹെൽപ്പ് ചെയ്തു. നിങ്ങൾക്കറിയില്ല, ബ്രോഡ്കാസ്റ്റേഴ്സ് ഒരു പക്ഷേ അത് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൻഡിങ് പവറും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് കളിയിൽ ഉണ്ടാക്കുന്നത് എന്നുകൂടി കോച്ച് ഹാവിയർ മഷ്റാനോ പറയുന്നു. തീർച്ചയായിട്ടും അതാണ് മെസ്സിയെ പോലൊരു താരത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു ടീമിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടയാൾ, ഒരുപാട് വലിയ കിരീടങ്ങൾ ചൂടിയിട്ടുള്ളയാൾ, അങ്ങനെയുള്ള ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ടീമിനെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ടീമിനെ ആവശ്യമുള്ളപ്പോൾ സഹായഹസ്തവുമായിട്ട് എത്താനും ഒക്കെ കഴിയും. അതാണ് മെസ്സി ഉണ്ടാക്കുന്ന ഡിഫറൻസ്. അത് പക്ഷേ പലപ്പോഴും നമ്മൾ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ TV-യിലൂടെ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.